നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനാഘോഷം തിരുനാവായ ഒയ്സ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഭാരതീയ വിദ്യാഭവൻ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ചാപ്റ്റർ പ്രസിഡന്റ് ക്യാപ്റ്റൻ ശ്രീ ഉള്ളാട്ടിൽ രവീന്ദ്രന്റെ 70ാം പിറന്നാളിന്റെ ഓർമ്മക്ക് 70 വൃക്ഷത്തൈകൾ കുട്ടികളടക്കം എല്ലാവരും ചേർന്ന് സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചു. ചാപ്റ്റർ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഒയ്സ്ക നോർത്ത് കേരള റീജിയണൽ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കൃഷ്ണദാസ് കടമ്പ വൃക്ഷത്തൈ ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രന് നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഒയ്സ്ക മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്വാലിഹ് മഞ്ചേരി സ്കൂളിന് ഉപഹാരം കൈമാറി. ചടങ്ങിൽ പ്രമുഖ കർഷകൻ സോളമനെ ആദരിച്ചു. മോഹനൻ വണ്ടൂർ, പ്രൊഫസർ സുരേന്ദ്രനാഥ് പെരിന്തൽമണ്ണ, സരസ്വതി ടീച്ചർ, പ്രിൻസിപ്പൽ സജന, ബിന്ദു ടീച്ചർ, മൊയ്തീൻ കുട്ടി KV, ഉണ്ണികൃഷ്ണൻ MS, KK റസാഖ് ഹാജി, അയ്യപ്പൻ, ഉമ്മർ ചിറക്കൽ, സഫിയ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വേസ്റ്റ് മാനേജ്മെന്റ് അവയർനെസ് ക്ലാസ് ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. Teachers and all my dear friends, take care of the earth today and it will take care of us tomorrow. Today on June 5, as we observe World Environment Day 2026, we are reminded of our responsibility to protect the planet that gives us life. Today for a greener tomorrow. Thank you and have a nice day. Today's do you know which country is hosting the World Environment Day 2026? The answer is the Republic of Azerbaijan. I repeat, the country which is hosting the World Environment Day 2026 is the Republic of Azerbaijan. Happy environment wishes to all. And on this special day, I could say to you that we are so privileged to have with us the esteemed members of Oyster International. I will just introduce them to you. We have Dr. P. Krishnadas as our chief guest. World Environment Day is Azerbaijan in the Caspian Sea. This World Environment Day started in 1972, but in 1973 it became a proper celebration on June 5th. The theme of this year, inspired by nature, for the climate, for our future. The student explained about the climate change. That I will take it there, I don't want to waste the time. The climate change happens because of the El Nino. There's an El Nino effect in Pacific Ocean. Because of that is our climate change is happening. Plus the ozone depletion. Ozone depleting substances are there that I don't want to go in detail. That I'll take during my best management class. Our esteemed North Kerala President Dr. Krishnadas for the inaugural session. Give a good applause. Thank you. Appointment given. തൊടിയിൽ മേയുന്നത് ഇത് കണ്ടോ, പശുക്കൾ ഒരുമിച്ച് നിൽക്കുന്നത്, കാക്കകൾ നിൽക്കുന്നത് കണ്ടാവും. ഇവര് ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നാലും ആ ഭാഗത്ത് ഈ പ്രകൃതിക്ക് വേണ്ടാത്ത ഒരു നിക്ഷേപങ്ങൾ നടത്തില്ല ഉണ്ടാവും. അതേസമയം നമ്മളാണ് 100 പേര് ഒത്തുകൂടുന്നതെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അവിടെ? തീകത്തിൻ്റെ കുട്ടി, തീപ്പെട്ടി, പ്ലാസ്റ്റിക് കവറുകൾ, വെള്ളക്കുട്ടികൾ ഒക്കെ ഉണ്ടാവും അല്ലേ? പ്രകൃതിയിൽ മനുഷ്യന്മാരായ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് നമ്മളാണ്. ഇവിടുത്തെ മറ്റൊരു ജീവജാലങ്ങളും ഈ പ്രകൃതിക്ക് ഒരു ദ്രോഹം ചെയ്യുന്നില്ല. ഇവിടെ ജീവിക്കുകയും ഇവിടെ നശിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാകുന്നത് എന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ വിശിഷ്ടാതിഥി നമ്മുടെ രവിയേട്ടനാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. സ്കൂൾ ഇങ്ങനെ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച നമ്മുടെ രവിയേട്ടൻ്റെ 70ാം പിറന്നാളിനോടനുബന്ധിച്ച് 70 മരങ്ങൾ നടുകയാണ്. അപ്പോൾ ആ മരങ്ങൾ നടുമ്പോൾ ഓയിസ്ക ഇൻ്റർനാഷണലിൻ്റെ ഒരു ചെറിയ ഉപഹാരം രവിയേട്ടന് ഈ സ്കൂളിൽ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നത് നിങ്ങൾ കാണുന്ന ഇത് കടമ്പ് വൃക്ഷത്തിൻ്റെ തെയ്യാണ്. കടമ്പ് പണ്ട് ഈ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ കയറി എഴുതിയിരുന്ന പിറന്നാളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കിന്നിവിടെ 70 മരങ്ങൾ കുഴിച്ചിടുന്നതിൽ ഒരു മരം ഈ കടമ്പ് വൃക്ഷമാണ്. ഇതിൻ്റെ പ്രാധാന്യം നമ്മളൊക്കെ
അദ്ദേഹമാണ് ഇവിടെ കൃഷി കാണാൻ എല്ലാ ഇതും ചെയ്തിട്ടുള്ളത്. കർഷക ജേതാവ് അവാർഡും കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ആദരിക്കുകയാണ്. പുസ്തകമാണ്. അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങൾക്കിത് എല്ലാ അറിവും അറിയും, ഇതിനെപ്പറ്റി ഡയറക്റ്റിനെ പറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്നത്തെ ഒരു ബുക്ക് നിങ്ങൾക്ക് തരാൻ. മാർച്ചിൽ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സൗത്ത് ഇന്ത്യ അവാർഡ് കിട്ടി കർഷക ദിനവേദിക്ക്. അതിന് കാരണക്കാരി സ്കൂളിലെ കുട്ടികളാണ് പ്ലസ് നമ്മുടെ സോളമൻ. അപ്പോൾ ആ അവാർഡ് ഞാൻ നമ്മുടെ വോയിസ് ഇന്റർനാഷണൽ നോർത്ത് കേരള സോൺ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് അവരുടെ സ്വീകരിക്കുകയാണ്. ആ സ്റ്റാഫിനെ സഹായിച്ചത് ഈ വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയം മുന്നോട്ട് വെച്ച് ഈ സ്റ്റാഫിനെ അഭിനന്ദിക്കുമ്പോൾ വോയിസ്ക്ക് ഒരു പ്രത്യേക അഭിമാനമുണ്ട്. ഞാൻ 2003 ഇവിടെ ചെന്നൈക്ക് പോകുന്ന കാരണം കൊണ്ട് പട്ടാമ്പി ചാട്ടം അങ്ങനെ ക്ഷയിച്ചു പോയി. അപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത്, എന്തുകൊണ്ട് തിരുനാവായ ചാട്ടം തോന്നിക്കൂടാണ്. ആദ്യം കോൺടാക്ട് ചെയ്ത് ഓരോ ആരുടെന്ന് ശ്രീ ഉപർത്തർക്കാണ്. അദ്ദേഹം അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഒപ്പം ഉണ്ടാവുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നത്തെ നിയുക്തം ഒരു സെക്രട്ടറിയോട് ഞാൻ തരാൻ ബുദ്ധിമുട്ടി ഭാഷ. അദ്ദേഹത്തിന്റെ ജോലി ശരിക്കും നിർവഹിച്ചു. മാത്രമല്ല കർഷകരെ ഉദ്ദേശിച്ച ഭാഷ സോളമൻ അയ്യപ്പൻ അതേപോലെ തന്നെ നമ്മുടെ My surroundings clean. Our wasting water and electricity and reduce the use of plastic. I will plant and care for trees and encourage to respect nature and work towards making our earth cleaner. I take this opportunity to thank each and everyone who was present here, our Veden and our team. So many of them have come here and this is just to encourage you all, and they have already told you that they are going to plant a sapling day. So here, okay. So thank you, Deveta and the team for being here and encouraging our students. Inspired by nature, negotiate. It sends only signals. What is signal? The rising seas, dragging water, heat waves, melting glaciers, and you know that we said 15 degrees was the limit. Earlier we saw 15 degrees was the limit. Now you can imagine in Kerala itself, the heat wave has gone more than 30 degrees centigrade. So the reason, because of the ozone-depleting substances, ODS, the El Nino, I told you, in the Pacific. There is an anti-effect for the La Nino that you will be learning your methodology something new.
a very new planet having life in this universe. We should respect and maintain everything we get from our Mother Earth. That is the theme of this year's Annual Day. Okay. Zan Media News,